Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ 108-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين لا تقم താങ്കൾ നമസ്കരിക്കരുത് ഫീഹി അവിടെ അല്ലെങ്കിൽ അതിൽ അബദൻ ഒരിക്കലും ല മസ്ജിദുൻ തീർച്ചയായും ഒരു പള്ളിയാകുന്നു ഉസ്സിസ അല തഖ്വ ദൈവഭക്തിയുടെ മേൽ അടിത്തറയിടപ്പെട്ട മിൻ അവ്വലി യൗമിൻ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യ ദിവസം മുതൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാകുന്നു അഹക്കു ഏറ്റവും ഉത്തമം അൻ തഖൂമ ഫീഹി താങ്കൾ നമസ്കരിക്കുവാൻ. ഫീഹി റിജാലുൻ അവിടെ കുറേ ആളുകളുണ്ട്. യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു അൻ യതതഹറൂ വിശുദ്ധി പാലിക്കുന്നതിനെ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അർത്ഥം മനസ്സിലായി കാണുമല്ലോ, ഒന്നുകൂടെ ഞാൻ അർത്ഥം പറയാം. ലാ തഖും ഫീഹി അബദൻ താങ്കൾ ഒരിക്കലും അവിടെ നിന്നു നമസ്കരിക്കരുത്. ഖാമ യഖൂമു നിൽക്കുക, നമസ്കാരത്തിന് വേണ്ടി പ്രയോഗിക്കാറുണ്ട് ആ പദം. അഖീമു സ്വലാറിന നമസ്കാരത്തിന് വേണ്ടി നിൽക്കുക എന്നാണല്ലോ, നമസ്കരിക്കുക എന്നാണ് വാക്കർത്ഥം. നമസ്കാരം നിലനിർത്തുക അല്ലേ. ഖിയാമുൽ ലൈൽ, ഖിയാം എന്ന് പറഞ്ഞാൽ നിൽപ്പ്, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നിൽപ്പ് എന്ന് വെച്ചാൽ നമസ്കാരം. അപ്പോൾ ലാ തഖും ഫീഹി അവിടെ താങ്കൾ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ നിന്നു നമസ്കരിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കഥാചരിത്രം. മുനാഫിക്കുകൾ നിർമ്മിച്ച മുനാഫിക്കുകൾ അബൂ ആമിർ റാഹിബ് എന്ന ക്രിസ്ത്യൻ പാതിരിയുടെ നിർദ്ദേശപ്രകാരം 12ഓളം വരുന്ന മുനാഫിക്കുകൾ മദീനയിലെ ഖുബാ പള്ളിക്കടുത്ത് നിർമ്മിച്ച പള്ളി എന്ന് പേരിട്ട അവരുടെ ആസ്ഥാനം, അവിടെ താങ്കൾ നിന്ന് നമസ്കരിക്കാൻ പാടില്ല. കാരണം അവർ നബിയോട് അത് നമസ്കരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. നബി സമ്മതിച്ചിരുന്നു, പക്ഷെ അള്ളാഹ് സമ്മതിച്ചിട്ടില്ല. ലാ തഖും ഫീഹി അബദൻ താങ്കൾ അവിടെ നിന്ന് നമസ്കരിക്കരുത്, ഒരിക്കലും നമസ്കരിക്കരുത്. ല മസ്ജിദും തീർച്ചയായും ഒരു പള്ളി ഉസ്സിസ് അടിത്തറയിടപ്പെട്ടിരിക്കുന്നു. അസാസ് എന്ന അടിത്തറ എന്ന പരക്കൊക്കെ നമ്മൾ തറട് എന്ന് പറയില്ല, അതിന് അസാസ്. അല തഖ്വ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിൽ മിൻ അവ്വലി യൗമിൻ ദിവസത്തിലെ ആദ്യം മുതൽ തന്നെ അഥവാ നിർമ്മിക്കപ്പെട്ട അന്ന് മുതൽക്ക് ഒന്നാമത്തെ ദിവസം മുതൽ അഹക്കു ഏറ്റവും യോജിച്ചതാണ്, ഏറ്റവും അർഹതയുള്ളതാണ് അൻ തഖൂമ ഫീഹി താങ്കൾ നിന്ന് നമസ്കരിക്കുവാൻ. അൻ തഖൂമ ഫീഹി താങ്കൾ അവിടെ നിന്ന് നമസ്കരിക്കുവാൻ. അത് ഏതാണ് പള്ളി? മസ്ജിദ് ഖുബയാണ്. മദീന മസ്ജിദ് നബവി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അത് പിന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഉണ്ടാക്കിയത് മസ്ജിദ് ഖുബ. മദീന പള്ളി ഇതും തമ്മിൽ ഏകദേശം 3-3.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇവിടെ ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ ഒന്നാമത്തെ ദിവസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയാണ് അഹക്കു അൻ തഖൂമ ഫീഹി താങ്കൾ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും അർഹതയുള്ളത് എന്ന് പറയുന്നത് ഖുബാ പള്ളി. ഫീഹി റിജാലുൻ അവിടെ കുറേ ആളുകളുണ്ട്. യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു അൻ യതതഹറൂ ശുദ്ധി പാലിക്കുവാൻ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും
മുത്തഹിരീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം എന്താണ് വിഷയം എന്ന് മനസ്സിലായല്ലോ. മുനാഫിക്കുകൾ നിർമ്മിച്ചിരിക്കുന്ന പള്ളി എന്ന് പേരിട്ടിരിക്കുന്ന ആ കെട്ടിടത്തിൽ പോയി നമസ്കരിക്കരുത്. അത് പള്ളിയല്ല, അത് വിശുദ്ധിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതുമല്ല, അത് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനവുമല്ല. അത് പിന്നെ പൊളിച്ച് തീക്കൊളുത്തുകയാണ് ഉണ്ടായത്. ഒന്നാം ദിനം മുതൽ നിർമ്മിക്കപ്പെട്ട അന്ന് മുതൽ ഖുബാ പള്ളി, അതിലാണ് താങ്കൾ നമസ്കരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഖുബാ പള്ളിയെ. അദ്ദേഹം ആ ഖുബാ പള്ളി നിർമ്മിക്കുമ്പോൾ അതിനു വേണ്ടി മണ്ണ് കുഴച്ച് ഇങ്ങനെ ഇഷ്ടിക പോലെ ആക്കി പടവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ അവിടെ, അദ്ദേഹമാണല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോഴങ്ങനെ ഓരോ ഇഷ്ടിക ഉയർത്തുമ്പോഴും അദ്ദേഹം പാടുമായിരുന്നു അത്ര, ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ. ഖൈർ എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ ഗുണമാണ്, ആഖിറത്തിലെ നന്മയാണ്, മെച്ചമാണ്. അല്ലാഹുമ്മ ഗഫിറിൽ അൻസാറ വൽ മുഹാജിർ, അല്ലാഹ് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അൻസാർ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള, മക്കയിൽ നിന്ന് ഹിജറ വന്നവരെ സഹായിക്കുന്നവർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്ക വിട്ട് സ്വദേശം വെടിഞ്ഞ് മദീനയിലേക്ക് യാത്ര പോയവർ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ. ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, യഥാർത്ഥത്തിൽ തീർച്ചയായും ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പറഞ്ഞാൽ മെച്ചമെന്ന് പറഞ്ഞാൽ ഖൈറുൽ ആഖിറ, അത് പരലോകത്ത് ഉള്ള ഖൈറാണ്. അല്ലാഹുമ്മ ഗഫിറിൽ അൻസാറ വൽ മുഹാജിർ, അല്ലാഹ് മുഹാജിറുകളെയും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, പിൽക്കാലത്ത് എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെട്ട ശേഷവും എല്ലാ ശനിയാഴ്ചയും മിക്കവാറും നടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കും. എല്ലാ ശനിയാഴ്ചകളിലും റസൂലിന് അത്ര വൈകാരികമായൊരു ബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയായിരുന്നു ഖുബാ പള്ളിയായിട്ടുള്ള ബന്ധം. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ തطهر ഫീ ബൈത്തിഹി, സ്വന്തം വീട്ടിൽ വെച്ച് തഹൂറാവുക, ശുദ്ധി വരുത്തുക, അഥവാ അംഗശുദ്ധി വരുത്തുക, ഒളു ചെയ്യുക. സുമ്മ അത്ത മസ്ജിദ് ഖുബ, പിന്നെ മസ്ജിദ് ഖുബായിൽ പോവുക. ഫസ്വല്ല ഫീഹി റക്അത്തൈൻ, അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക. കാന കഉംറ, ഒരു ഉംറ ചെയ്ത ഫലമുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ മദീനയിൽ എത്തിപ്പെടാൻ അവസരം ലഭിച്ചിട്ടുള്ള എല്ലാവരും മിക്കവാറും അത് പാലിക്കാറുണ്ട്. ചിലപ്പോൾ ശനിയാഴ്ച പോകാൻ കഴിഞ്ഞോളണമെന്നില്ല, കാരണം നമ്മളിവിടുന്ന് ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ പരിമിതമാണ്. എങ്കിലും അവിടെ എത്തിയാൽ ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ച ഒരു ഉംറ ചെയ്ത ഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുബാ പള്ളി പിന്നെന്താ പറയണത്, ഉസ്സിസ ലാ തഖും ഫീഹി അബദൻ ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, നിർമ്മിച്ച അന്ന് മുതൽക്ക് തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് താങ്കൾ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് ഖുബാ പള്ളി. ഫീഹി റിജാലുൻ, ഫീഹി അവിടെയുണ്ട്, റിജാലുൻ കുറേ ആളുകൾ, വാക്കിനർത്ഥം പുരുഷന്മാർ എന്നാണ്. ആളുകൾക്കും അത് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, യതതഹറൂ, ത്വഹൂറുള്ളവരാകാൻ. എന്താ ത്വഹൂർ എന്നൊക്കെ പറഞ്ഞാൽ ത്വഹാറത്തുള്ളവരാകാൻ, ശുദ്ധിയുള്ളവരാകാൻ. ഇങ്ങനെ ഒരു പ്രയോഗം അല്ലാഹു തആല നടത്താൻ അതിന് ചില കാരണങ്ങളുണ്ട് അത്രേ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഖുബ നിവാസികൾ, അവർ ഖസ്റജ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ഖസ്റജ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവർ സാധാരണ അറബികളൊക്കെ ഈ മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്താലും അതിന് കല്ല് കൊണ്ടൊക്കെ ശുദ്ധിയാക്കിയിരുന്ന ഒരു കാലമായിരുന്നു അത്രേ അത്. പക്ഷെ ഇവർ കല്ല് കൊണ്ട് ശുദ്ധിയാക്കിയാൽ അതിൻ്റെ പുറമെ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അത്രേ ഖസ്റജ് വിഭാഗത്തിന്, ഈ ഖുബാ പള്ളിയുടെ ചുറ്റും താമസിച്ചിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു പരാമർശം അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളൊരു പ്രദേശമായിട്ട് കൂടി ഒരു വെള്ളം ഉപയോഗിച്ച് മലമൂത്ര വിസർജനാനന്തരം ശുദ്ധീകരിക്കുന്ന സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു, ഖുബാ നിവാസികൾക്കുണ്ടായിരുന്നു. അത് സാധാരണ അറബികൾക്ക് അക്കാലത്തുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അവർ അത്രയും താല്പര്യമുള്ളവരായിരുന്നു, ഇഷ്ടമുള്ളവരായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ഇത്വഹറ, സ്വയം ശുദ്ധിയാവുക. താരതമ്യേന മറ്റു ആളുകൾക്കൊന്നുമില്ലാത്ത വിധം ഒരു ധാർമ്മിക വിശുദ്ധി, സദാചാര വിശുദ്ധി, മ്ലേച്ഛ സ്വഭാവങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ, അതൊക്കെ ആ നിവാസികൾക്ക് കൂടുതലായിരുന്നു അത്രേ. മറ്റു തിന്മകളിൽ നിന്നൊക്കെ സാധാരണഗതിയിൽ മറ്റാളുകളൊക്കെ തിന്മകളിൽ മുഴുകുമ്പോൾ, ഉദാഹരണമായിട്ട് വിശ്വാസക്കുറവ്, കാപട്യം, കുറ്റകൃത്യം, മറ്റുള്ളവരൊക്കെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ആ പരിസര പ്രദേശത്തുള്ളവർ ഏറ്റവും ഉത്തമമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ അതാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, അവർ വിശുദ്ധി പാലിക്കാൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു മുത്തഹിരീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാരെന്നും ഇഷ്ടപ്പെടാത്തവരാരെന്നും ഒക്കെ പല പ്രാവശ്യം നമ്മൾ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച പരാമർശമുണ്ടാകുമ്പോൾ നമ്മൾ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു ലാ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് ശേഷം പറയുന്നവരെ അവന് ഇഷ്ടമാണ്. അതാരൊക്കെയാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാക്കുകയും അതിൽ പെടാൻ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, വിശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിന്മകളിൽ നിന്നുള്ള വിശുദ്ധിയും ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ചെറിയ വലിയ അശുദ്ധികളിൽ നിന്നുള്ള ശുദ്ധീകരണവും, മലമൂത്ര വിസർജനം ചെയ്താൽ അത് ആ മാലിന്യം നീങ്ങിപ്പോകുന്നത് വരെ വെള്ളം ഉപയോഗിച്ച് ശുദ്ധിയാക്കലും ഒക്കെ ഉൾപ്പെടുന്ന പ്രയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഹിരീങ്ങളിൽ, അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഹിരീങ്ങളിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാ തഖും ഫീഹി അബദൻ, താങ്കൾ ഒരിക്കലും അവിടെ നിന്ന് നമസ്കരിക്കരുത്. ല മസ്ജിദുൻ, തീർച്ചയായും ഒരു പള്ളി, ഉസ്സിസ അല തഖ്വ, അത് തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. മിൻ അവ്വൽ യൗമിൻ, ഒന്നാമത്തെ ദിവസം മുതൽക്കു തന്നെ. അഹക്കു, ഏറ്റവും അർഹതയുള്ളതാണ്. അൻ തഖൂമ ഫീഹി, താങ്കൾ അവിടെ നിന്ന് നമസ്കരിക്കുവാൻ. താങ്കൾ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും യോജിച്ചത്, ഏറ്റവും അർഹതയുള്ള പള്ളി നിർമ്മിക്കപ്പെട്ട അന്ന് മുതൽക്ക് തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ആ പള്ളിയാണ്, അഥവാ ഖുബാ പള്ളി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, അവിടെ കുറേ ആളുകളുണ്ട്, അവർ വിശുദ്ധി പാലിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു ആകട്ടെ ശുദ്ധി പ്രാപിക്കുന്നവരെ, ശുദ്ധി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ നിരന്തരമായി ശ്രമിക്കുക, അതിലോരോ പദപ്രയോഗങ്ങളും ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖുർആൻ പഠിക്കാനുള്ള ഒരു മനസ്സ്, അത് പഠിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു കഴിവ്, അതിനൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോഴേ അള്ളാഹ് നമ്മളുടെ മേൽ സംപ്രീതനാവുകയുള്ളൂ. നമുക്ക് ഖുർആനിൻ്റെ വാതായനങ്ങൾ, ഖുർആനിൻ്റെ വെളിച്ചം തുറന്നു കിട്ടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇജ്അൽനാ മിനത് തവ്വാബീന വജ്അൽനാ മിനൽ മുതതഹിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب